പെരിങ്ങളം ദേശം വാർത്തയിലേക്ക് സ്വാഗതം. മാമൻ ബാസു KV ദാമോദര ദിനാചരണ പരിപാടികൾ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം ചൊക്ലിയിൽ DYFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി മീനാക്ഷി മുഖർജി ഉദ്ഘാടനം ചെയ്തു. They tried to destroy it. They tried to kill it. Like the data, the video, the document, delete from our mobile. We defend it and we accept the challenge of the communal forces. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണിൻ്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീഡിയോയും ഫയലും എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് വേണം, GB വേണം, അതുപോലെ തന്നെ കൂടുതൽ സമയം വേണം. നമ്മുടെ ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയിൽ നമുക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ തെറ്റായ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പടച്ചുവിട്ടുകൊണ്ട് തെറ്റായ വാർത്തകളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ചില വർഗീയ ശക്തികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. This is the fight against the communal forces. മാമൻ വാസുവിന്റെ 29ാം രക്തസാക്ഷി വാർഷിക ദിനാചരണത്തിന്റെയും KV ദാമോദരന്റെ 3ാം ചരമവാർഷിക പരിപാടികളുടെയും സമാപനം ചുക്ലിയിൽ നടന്നു. രാവിലെ കാഞ്ഞിരത്തിൻ കീഴിൽ കേന്ദ്രീകരിച്ച് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെയുള്ള പ്രകടനം ചുക്ലിയിൽ സമാപിച്ചു. കവിയൂർ റോഡിലെ മാമൻ വാസു സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KK പവിത്രൻ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. V ഉദയൻ അധ്യക്ഷനായി. വൈകിട്ട് മേനപ്പുറം അമ്പലം, ചൊക്ലി രജിസ്റ്റർ ഓഫീസ്, കവിയൂർ, നെടുങ്കുടിമുക്ക് എന്നീ 3 കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ചുവപ്പ് വളണ്ടിയർ മാർച്ചോടെയുള്ള പ്രകടനം ചൊക്ലി KM സൂപ്പർ മാർക്കറ്റിന് സമീപം സംഗമിച്ചു. ഒന്നിച്ചുള്ള ബഹുജന പ്രകടനം ചൊക്ലി ടൗണിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം DYFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി മീനാക്ഷി മുഖർജി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KP വിജയൻ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ VK രാഗേഷ് സ്വാഗതം പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി ഒളവിലത്ത് നടന്ന ജില്ലാ കമ്പവലി മത്സരത്തിലെയും ചൊക്ലിയിൽ നടന്ന ഉത്തരമേഖല ക്രിക്കറ്റ് ഷട്ടിൽ ടൂർണമെന്റിലെയും കാഞ്ഞിരത്തിന് കീഴിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചന മത്സരത്തിലെയും വിജയികൾക്കുള്ള ഉപഹാരം TV രാജേഷ് സമ്മാനിച്ചു. ഒരു സാഹചര്യത്തിൽ സഖാവിനെ ചുക്കിട്ടോട് വെച്ച് അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിൽ സഖാവ് മാമൻ വാസുവിനെ കൊല ചെയ്തതിലൂടെ പക്ഷെ RSS നേതൃത്വം നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലയാളി ചിത്രമാണ്. നെഞ്ചു വിരിച്ച് പോരാടിയ ധീരനായ പോരാളിയായിരുന്നു, വിപ്ലവകാരിയായിരുന്നു. ആ സഖാവിൻ്റെ രക്തസാക്ഷിത്വത്തിന് 29 വർഷം പൂർത്തിയാകുന്ന വേളയാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഇത്രയും വിശ്വകാരുണ്യമുള്ളൊരു മതം ലോകത്തുണ്ടോ? അത്താഴപ്പക്ഷിക്കാരുണ്ടോ എന്ന് പാവങ്ങളെ നോക്കി ഉരുള ഉരുട്ടി പഴയ അമ്മമാരിരുന്നിരുന്ന മതം. അത്താഴപ്പക്ഷിക്കാരുണ്ടെങ്കിലും കൊടുക്കാനാണ്. അത്രയും വലിയ മതം RSSന്റെ കയ്യിലേക്ക് നാം കൊടുക്കണമോ? എടോ, RSS നിന്റെ മതമൊന്നുമല്ല. അല്ലെങ്കിൽ RSS 925 ഉണ്ടായത്? ഹിന്ദു ഉണ്ടായത് അതിന് ശേഷമാണോ? ഹിന്ദു മതം ഉണ്ടായിട്ട് എത്രയോ LP വിഭാഗം 1ാം സ്ഥാനം വേദ് തീർത്ത് ബിനീഷ് പാലയാട്. വേദ് തീർത്ത് ബിനീഷ് പാലയാട് LP വിഭാഗം. ഇഷാന യസ്പാൽ കരിവള്ളൂർ 3ാം സ്ഥാനം സാൻവിയ സുനിൽ പുന്നോൾ.
UP വിഭാഗം ഗായത്രി എച്ച് ബിനോയ് പാട്യം. പ്രകൃതിരമണീയതയുടെ മടിത്തട്ടിൽ ആസ്വാദനത്തിന്റെ അതിരുകളില്ലാത്ത ലോകം. നിങ്ങളുടെ സ്നേഹധന്യ നിമിഷങ്ങൾ സമ്പന്നമാക്കുവാൻ ഞങ്ങൾ കൂടെയുണ്ട്. ബോസ്ക, വരൂ ഈ സ്നേഹതീരത്തേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബോസ്ക റിസോർട്ട്, നിലവിൽപ്പുഴ, മുണ്ടക്കൊമ്പ്, വയനാട്. ഫോൺ നമ്പേഴ്സ് 9188 557286 9749 626262.